രഘുവേട്ടന്റെ മനസ്സിനെ പുണ്യം കൊണ്ടാ എന്റെ മോളിപ്പോ ഇങ്ങനെ നടക്കുന്നത്. അവള് സംസാരിച്ചു തുടങ്ങിയതും രഘുവേട്ടൻ കേട്ടല്ലോ. ഞങ്ങളുടെ പ്രാർത്ഥന എന്ന് രഘുവേട്ടൻ ഉണ്ടാവും. ഇത് കാണുമ്പോൾ സന്തോഷത്തിന്റെ മതിയാമി എനിക്ക്. ഇതിനു വേണ്ടി ഞാൻ സഹിച്ച കഷ്ടപ്പാടൊന്നും ഇനി എനിക്കൊരു പ്രശ്നമേ അല്ല. ഇനി മിയമോളെ റൂമിലേക്ക് കൊണ്ടുപോവാ. മോള് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. മോള് പോയി റെസ്റ്റ് എടുക്ക. അമ്മയെങ്കിൽ ഇവിടെയുണ്ട്. മോളെ രഘുവേട്ടന് ഇനി കൂടുതൽ സമയം കമ്പനി കാര്യങ്ങൾ ശ്രദ്ധിച്ചൂടെ? അങ്ങനെയെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ മറക്കാലോ. മനസ്സിനകത്തുന്ന കാര്യങ്ങളൊക്കെ മറക്കണമെങ്കിൽ എനിക്ക് ആരോടെങ്കിലും മനസ്സ് തുറന്ന് സംസാരിക്കണം ആമേ. എന്റെ തെറ്റുകൾ ആരെങ്കിലും എനിക്ക് ചൂണ്ടിക്കാണിച്ചു തരണം. ദാസങ്ങൾ ഫോണിലൂടെ നീയും മോളെ സുഖമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ സന്തോഷം അറിയിക്കുന്നത് അമ്പിളി കേട്ടു. അതിന്റെ ശിക്ഷ അവളിപ്പോ എനിക്ക് തന്നത്. അമ്പിളി ചേച്ചിക്ക് എന്നോടും മോളോടും വെറുപ്പായിരിക്കും. അതായിരിക്കും രഘുവേട്ടനോട് കാണിച്ചത്. ഞങ്ങളെക്കുറിച്ച് രഘുവേട്ടൻ ചിന്തിക്കാൻ പോലും പാടില്ലെന്നായിരിക്കും അവരാഗ്രഹിക്കുന്നത്. അതിപ്പോ അമ്പിളി ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും അങ്ങനെ ആഗ്രഹിക്കുള്ളൂ രഘുവേട്ട. അപ്പൊ ഞാനിനി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പാടില്ലെന്നാണോ? എന്റെ മനസ്സ് പോലും എനിക്ക് അവകാശപ്പെട്ടതല്ലെന്നാണോ? അങ്ങനെയല്ല രഘുവേട്ട. ജീവിതമാകുമ്പോ അതിനൊരു ചട്ടക്കൂടൊക്കെ ഉണ്ടാവും. ആ ചട്ടക്കൂടിൽ നിന്ന് പുറത്തു വരാൻ ആരെങ്കിലും ഒന്ന് ശ്രമിക്കുമ്പോഴാ ആ കുടുംബത്തിന്റെ താളം പിഴയ്ക്കുന്നത്. ഞാൻ ഒരു ചട്ടക്കൂടും തകർത്ത് പുറത്ത് ചാടാൻ നോക്കിയിട്ടില്ല ആമി. ഇപ്പൊ എന്നെ തള്ളി പുറത്താക്കിയത് അമ്പിളിയാ. നിന്റെ പേര് പറഞ്ഞ അമ്പിളി എന്നെ അവഗണിച്ച് പുറത്താക്കിയിട്ടും നീ അവൾക്ക് വേണ്ടി വാദിക്കല്ലേ ആമി? അതെനിക്ക് അംഗീകരിച്ചിടാൻ പറ്റില്ല. ശബ്ദം ഉയർത്തി സംസാരിക്കില്ല രഘുവേട്ട. ഈ സ്ഥാപനത്തിന്റെ ഒരു പാർട്ട്ണർ ആദിയുടെ പഴയ ഫ്രണ്ടാ ബെഞ്ചമിൻ. നമ്മുടെ ആദ്യ ഫ്രണ്ടോ? അതെ. കോളേജിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. എന്റെ സീനിയർ ആയിരുന്നു രണ്ടുപേരും. അന്നേ ഞാനും ആദ്യം തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് ബെഞ്ചമിൻ അറിയായിരുന്നു. അയാൾ ഇപ്പൊ ഇവിടെ ഉണ്ടോ? ഉണ്ടോന്ന് അറിയില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ വെച്ച് കണ്ടായിരുന്നു. ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടും അവൻ എന്നെ തിരിച്ചറിഞ്ഞു. എന്നിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചോ? ആദ്യം ജയിലിലാണെന്നുള്ള കാര്യം ബെഞ്ചമിൻ ന്യൂസിലൂടെ അറിഞ്ഞിരുന്നു. ഞങ്ങളെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല. കണ്ടപ്പോ വലിയ സർപ്രൈസ് ആയിപ്പോയി. മോളുടെ ട്രീറ്റ്മെന്റിന് എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആണോ? അപ്പൊ ആ ഭാഗം ക്ലിയർ ആയല്ലേ? ഇന്നു മുതല് ബെഞ്ചമിന്റെ സഹായത്തോടെയാണോ ട്രീറ്റ്മെന്റ്? അതുകൊണ്ടാവും ഇവിടെ അച്ചടക്കം പാലിക്കാൻ ആമീനോട് പറഞ്ഞതല്ലേ?